ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ആയിട്ട് നമുക്കൊരു കല്യാണം കൂടാൻ പോയാലോ? ചെറിക്കുട്ടൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പം ഞാനും ചെറിക്കുട്ടൻ്റെ അമ്മയും കൂടെയാണ് പോയത്. രാവിലെ നമ്മൾ പോയി, വൈകിട്ട് റിസപ്ഷനും പോയി. രാവിലെ കല്യാണം കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് കറക്റ്റ് ടൈമിന് എത്താൻ പറ്റിയില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മളവിടെ എത്തിയായിരുന്നു. എത്തിയതോടെ പുറത്ത് ചായയും കടികളൊക്കെ ഉണ്ടായിരുന്നേ, അത് കഴിച്ചു തളർന്നു, ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് പോയി. നമ്മളത് കഴിച്ചതിന് ശേഷം നമ്മൾ അകത്ത് കയറിയപ്പോഴേ നമ്മുടെ റിലേറ്റീവിലെ ആൻറ്റിയെ ഫാമിലിയെ പ്രതീക്ഷിക്കാതെ കണ്ടു കേട്ടോ. കുട്ടെ എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരുന്നു. എനിക്ക് ആൻറ്റിയെ കണ്ടതിൽ ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് സദ്യ കഴിക്കാനാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ വരെ നമ്മൾ അന്നദാനം സദ്യയൊക്കെ കഴിക്കാൻ പോയപ്പോൾ എൻ്റെ ചെറുക്കുട്ടൻ മിണ്ടാതിരിക്കായിരുന്നേ. അപ്പം അതുപോലെ ഇരിക്കുമോ ഒന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ ഇരുന്ന ഉടനാണെങ്കിൽ അവിടുത്തെ പേപ്പർ മേലെയൊക്കെ ഒന്ന് പിടിച്ച് വലിക്കാൻ നോക്കി. അപ്പോഴേ വിചാരിച്ചു എൻ്റെ കാര്യം തീരുമാനമായി എന്ന്. ഞാൻ പറഞ്ഞ മോളടുത്ത് നന്നായിട്ടിരുന്ന് കഴിച്ചോളൂ, അമ്മയ്ക്ക് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല പറഞ്ഞു. അതിങ്ങനെ നല്ല അടിപൊളി കറികൾ, ഒത്തിരി കറികളൊക്കെ ഉണ്ടായിരുന്നുള്ള സദ്യയായിരുന്നേ. ഞാൻ ഫസ്റ്റത്തെ പായസം മാത്രം പെട്ടെന്ന്, ഞാനാണെങ്കിൽ സ്പീഡിൽ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. അവിടെ പോയപ്പോൾ ഇലയൊക്കെ വച്ചുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാ കിച്ചടി ഉണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു, അങ്ങനെ തൈര് കൊണ്ടാട്ടം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള കറികളൊക്കെ ഉണ്ടായിരുന്നേ. ടേസ്റ്റൊന്നും നോക്കാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് ധൃതിയിൽ ഒരു മഞ്ചാടി സോങ്ങൊക്കെ എൻ്റെ കുഞ്ഞിന് ഇട്ട് കൊടുത്തിട്ട് ഞാനങ്ങ് സ്പീഡാൽ കഴിച്ച്. പിന്നെ വിചാരിച്ച് എന്തായാലും സദ്യ കഴിച്ചല്ലേ, ഒരു പായസം കൂടി അഡ്ജസ്റ്റ് ചെയ്തില്ല. അങ്ങനെ അടപ്പായസം വന്നത് ഞാൻ കഴിച്ചപ്പോൾ കഴിക്കാതെ ഇറങ്ങി ഓടിയേട്ടോ. എന്തായാലും അടിപൊളി സദ്യയായിരുന്നു. ഇനി എൻ്റെ ചെറിക്കുട്ടനെയും കൊണ്ടുപോയി ഇങ്ങനെ സദ്യ മടിയിലിരുത്തി കഴിക്കാമെന്നൊന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സദ്യയൊക്കെ കഴിച്ചാണെങ്കിൽ ഇതാണ് മോളുടെ ഫ്രണ്ട് ആര്യ. അങ്ങനെ ആര്യയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ആര്യയ്ക്ക് ഒരു മോളുണ്ട്, അയാന കൃഷ്ണ. അപ്പം അയാന കൃഷ്ണയും ചെറിക്കുട്ടൻ്റെ അമ്മയും ആര്യയും എല്ലാവരുമായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇത് വന്നിട്ട് ആര്യയുടെ കസിൻ സീനയുടെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിലൊക്കെ പോയി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോഴും അവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം എല്ലാവരും നല്ല ടയേർഡായിട്ട് നിൽക്കുകയാണ്, ഒത്തിരി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കയറിയില്ല, മോളും ചെറുക്കുട്ടനും പെട്ടെന്നൊന്ന് കയറി ഫോട്ടോ എടുത്തിട്ട് വന്ന്. വൈകിട്ട് റിസപ്ഷന് പോകുമല്ലോ, അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ആര്യയൊക്കെ ഫുഡ് കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഇരുന്നത്. ആര്യയൊക്കെ ഫുഡ് കഴിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒത്തിരി നേരം സംസാരിച്ച ശേഷമാണ് നമ്മൾ തിരിച്ചിറങ്ങാമെന്ന് കരുതി. വല്ലപ്പോഴും കിട്ടുന്ന വൈബല്ല അവർക്ക്, നല്ലപോലെ സംസാരിക്കാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടുന്ന അവസരമല്ലേ. അങ്ങനെ നമ്മളവിടെ ഒത്തിരി നേരം ഇരുന്നു കേട്ടോ. എല്ലാവരും കല്യാണ ചെറുക്കനെയും പെണ്ണിനെയൊക്കെ കണ്ടല്ലോ ഗെയ്സ്. ഇതാണ് സീന കേട്ടോ, കല്യാണ പയ്യൻ്റെ സിസ്റ്റർ. അവിടെ പാലും പഴമൊക്കെ കൊടുക്കണതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാ മക്കളും ആകെ ടയേർഡായിരുന്നു. ഇന്നലെ നല്ല ചൂടായിരുന്നല്ലോ, അതുകൊണ്ട് ആകെ ക്ഷീണിച്ച് എൻ്റെ ചെറുക്കുട്ടൻ അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഈവനിങ് റിസപ്ഷന് പോയതാണ് ഈ വീഡിയോ. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി എല്ലാവരുമായിട്ട്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയപ്പം നമ്മുടെ അച്ചു ഉണ്ടായിരുന്നേ. അപ്പോൾ അച്ചുൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തിട്ട് നമ്മൾ കയറുമ്പോൾ വീഡിയോ എടുത്തു തരാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ക്ലിപ്പ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ചെറിക്കുട്ടനും ചോക്ലേറ്റൊക്കെ കൊടുത്തപ്പോൾ ചെറിക്കുട്ടനും അങ്ങ് മേടിച്ചു.
എന്നിട്ട് നമ്മൾ സെൽഫിയൊക്കെ എടുത്ത് തിരിച്ചിറങ്ങി. അപ്പോഴാണ് സോദിക്കുട്ടിയെ കണ്ടത്. ഇതാണ് സോദിക്കുട്ടി കേട്ടോ. മോള് പറഞ്ഞ വീഡിയോ എടുത്തപ്പോൾ മോള് പറഞ്ഞു വ്ളോഗിൽ ആഡ് ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരം ആര്യയുടെ അമ്മയാണ് വാവിനെ വച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഫുഡൊക്കെ ഗ്രാൻഡ് ഫുഡായിരുന്നു, ഒത്തിരി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അധികം ഒന്ന് ചൂട് കാരണം ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് തന്നെയാണ് കൂടുതലും കഴിച്ചത്. എന്നിട്ട് നമ്മൾ സോദി മോളടുത്ത് ചെറുക്കുട്ട ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇത് ആര്യക്കുട്ടിയും മോളും വന്നിട്ട് ആര്യക്കുട്ടി നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് തിരിച്ച് ആര്യയും ആര്യയുടെ ഹസ്ബൻഡ് യദുവും കൂടെയാണ് നമ്മളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയത്. യദുവിൻ്റെ അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പം യദുവിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.